ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇതുപോലെയുള്ള വാട്സപ്പ് സ്റ്റിക്കേഴ്സ് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഓരോ ട്രോൾ ഡയലോഗൊക്കെ എഴുതിക്കൊണ്ടുള്ള ഒരു കിടിലൻ വാട്സപ്പ് സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഇതായിരിക്കും ഇൻ്റർഫേസ്. ക്രിയേറ്റ് എ ന്യൂ സ്റ്റിക്കർ പാക്ക് എന്നിവിടെ കാണാൻ കഴിയും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റിക്കർ പാക്ക് നെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ സ്റ്റിക്കർ പാക്കിന് ഒരു നെയിം കൊടുക്കണം. ഏതെങ്കിലും ഒരു നെയിം ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്, നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. സ്റ്റിക്കേഴ്സ് എന്ന് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, താഴെയായിട്ട് സ്റ്റിക്കർ പാക്ക് ഔദർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ എന്തെങ്കിലും കൊടുത്തേക്കുക. സ്റ്റിക്കർ എന്ന് തന്നെ കൊടുക്കുവാണ് ഞാൻ. സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ വേണ്ട, കൂൾ സ്റ്റിക്കേഴ്സ് എന്ന് കൊടുക്കുവാണ്. കൂൾ സ്റ്റിക്കേഴ്സ്. ഓക്കെ, ഇനി താഴെ കാണുന്ന ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു പുതിയൊരു സ്റ്റിക്കർ പാക്ക് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് 30 സ്റ്റിക്കേഴ്സ് വരെ ഈ പാക്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. 30 സ്റ്റിക്കേഴ്സ്. ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ സ്റ്റിക്കേഴ്സിൻ്റെ ഐക്കൺ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഓപ്പൺ ഗാലറി കൊടുക്കുക. പെർമിഷൻസ് അലോ ചെയ്യുക. നമ്മുടെ ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. കാരണം ഇത് സ്റ്റിക്കർ പാക്കിൻ്റെ ഒരു ഐക്കണാണ്. അപ്പോൾ ഇത് നമുക്ക് സെൻഡ് ചെയ്യേണ്ടിയൊന്നും വരത്തില്ല. ജസ്റ്റ് ഒരു ഐക്കൺ. ഞാൻ ജസ്റ്റ് ഒരു വാട്സപ്പിൻ്റെ ഒരു ഐക്കണാണ് കൊടുക്കുന്നത്. നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെ ഈ ഒരു സംഭവം നമ്മൾ ഇങ്ങോട്ട് നീക്കുവാണെങ്കിൽ നമുക്ക് സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ സർക്കിളായിട്ടോ നമുക്കിത് ക്രോപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ സർക്കിളായിട്ടാണ് ക്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു. ഇനി താഴെ സേവ് സ്റ്റിക്കേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു വാട്സപ്പ് സ്റ്റിക്കേഴ്സിൻ്റെ ഐക്കൺ ആയതുകൊണ്ട് ഒന്നും ചെയ്യേണ്ടതില്ല. സേവ് സ്റ്റിക്കർ കൊടുക്കുക. ഓക്കെ, നമ്മൾ ഐക്കൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ 1 എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓപ്പൺ ഗാലറി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോട്ടോ, നമ്മൾ സ്റ്റിക്കർ ആക്കേണ്ട ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ സർക്കിളായിട്ട് ഒന്ന് ക്രോപ്പ് ചെയ്യാം. ഒരു സ്റ്റിക്കർ രൂപം ഒരു സർക്കിളാണല്ലോ. അപ്പോൾ നമുക്ക് സർക്കിൾ തന്നെ കൊടുത്തിട്ട് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. കറക്റ്റ് നമുക്ക് വേണ്ട ഭാഗം മാത്രം ക്രോപ്പ് ചെയ്യാം. സർക്കിളിൻ്റെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു, നമുക്ക് വേണ്ട ഭാഗം മാത്രം. എന്നിട്ട് നമുക്കിവിടെ ആഡ് ടെക്സ്റ്റ് മുകളിലായിട്ട് കാണാം. ആഡ് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. എന്തെങ്കിലും ഡയലോഗ്, ട്രോൾ ഡയലോഗും എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റിക്കറിന് പറ്റിയൊരു ഡയലോഗൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കൊല്ലരുത് പ്ലീസ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി മുകളിലായിട്ട് കാണുന്ന കളർ ചേഞ്ച് ചെയ്യാൻ കഴിയും. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ കഴിയും. താഴെ എ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ കഴിയും. നമുക്കിഷ്ടമുള്ള സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്ത ശേഷം മുകളിലായിട്ട് കാണുന്ന ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, മുകളിലായിട്ട് നമുക്ക് ഔട്ട്ലൈൻ കാണാൻ കഴിയും. ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഔട്ട്ലൈൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ബ്ലാക്ക്, റെഡ്, ബ്ലൂ, നമുക്കിഷ്ടമുള്ള കളർ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കിനി ഈ ഡയലോഗ് നമുക്ക് കറക്റ്റ് പ്ലേസിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കറക്റ്റ് പ്ലേസിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് താഴെ കാണുന്ന സേവ് സ്റ്റിക്കർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റിക്കർ സെറ്റ് ആയി കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റിക്കർ ഉണ്ടാക്കാം. അങ്ങനെ 30 സ്റ്റിക്കർ നമുക്ക് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് സ്റ്റിക്കർ സെലക്ട് ചെയ്യാം. ഓപ്പൺ ഗാലറി, നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സർക്കിളായിട്ടോ സ്ക്വയർ ആയിട്ടോ നമുക്ക് ഈ ഫോട്ടോ ക്രോപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പഴയ പോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം. കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ മുകളിൽ നിന്നും ചേഞ്ച് ചെയ്യാൻ കഴിയും. നമ്മൾ ഫസ്റ്റിലെ സ്റ്റിക്കർ സെറ്റ് ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം സേവ് സ്റ്റിക്കർ താഴെ കാണുന്ന സേവ് സ്റ്റിക്കർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സ്റ്റിക്കർ അവിടെ സേവ് ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ സ്റ്റിക്കർ നമ്മുടെ വാട്സപ്പിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ആഡ് ടു വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാട്സപ്പിലേക്ക് ഈ സ്റ്റിക്കേഴ്സ് ആഡ് ആയി കഴിഞ്ഞു. നമുക്കൊന്ന് നോക്കാം. നമ്മൾ സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഐക്കൺ മുകളിലായിട്ട് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റിക്കേഴ്സും ഇവിടെ കാണാൻ കഴിയും. ഇങ്ങനെ നമുക്ക് 30 സ്റ്റിക്കർ വരെ ഉണ്ടാക്കാം. നമ്മുടെ ഫ്രണ്ട്സിനെ ട്രോളാനും അല്ലെങ്കിൽ ഒരു ഫണ്ണി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ കഴിയും ഡയലോഗൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.